Hi friends, welcome to our channel. Identify the correct statement about double entry bookkeeping. Statement 1. Every transaction affects at least two accounts. Statement 2. The accounting equation must always be balanced. Statement 3. Double entry bookkeeping records only expenses and revenues. And options are option A, only 1 and 2 are correct. Option B, only 2 and 3 are correct. Option C, only 1 and 3 are correct. Option D, all statements are correct. And the answer is option A, only 1 and 2 are correct. Every transaction affect at least two accounts. Double entry bookkeeping നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും ഇപ്പം അക്കൗണ്ട്സിൽ നമുക്കറിയാം എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് ആസ്പെക്റ്റുകളുണ്ട് അല്ലേ, അതായത് രണ്ട് അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നു. അതായത് ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും എല്ലാ ട്രാൻസാക്ഷനും വരുന്നത് കൊണ്ട് തന്നെ അത് രണ്ട് അക്കൗണ്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ദ അക്കൗണ്ടിങ് ഇക്വേഷൻ മസ്റ്റ് ഓൾവേസ് ബി ബാലൻസ്ഡ് അല്ലേ. അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ്, എപ്പോഴും അത് ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നുള്ളത്. ഇത് റിമൈൻസ് ബാലൻസ്ഡ് ആണ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ത് തന്നെയാണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് 3 റോങ് ആണെന്ന് പറഞ്ഞു. എന്തായാലും പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് റെക്കോർഡ്സ് ഓൺലി എക്സ്പെൻസ് ആൻഡ് റവന്യൂസ്. ഇപ്പോൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എക്സ്പെൻസും റവന്യൂസും മാത്രമാണെന്ന് പറയുന്നുണ്ട്. അല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു, അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. അതായത് ആ അക്കൗണ്ടിങ് ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. ഇതിലെല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്പെൻസും റവന്യൂസും മാത്രമല്ല എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബിൾ എൻട്രീസ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊരു ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിലും അതിൻ്റെ 2 ആസ്പെക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണത് രണ്ട് അക്കൗണ്ട്സിന് എന്ത് ചെയ്യുന്നു, എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ.